1870-ലാണ് രാജ്യദ്രോഹത്തിനെതിരെയുള്ള നിയമം ഇന്ത്യയിൽ വന്നത്. ഈ നിയമം പണ്ട് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ വിയോജിപ്പുകളെ അടിച്ചമർത്താനാണ് ഉണ്ടാക്കിയത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷവും ഈ നിയമം ഇന്നും നമ്മുടെ നിയമവ്യവസ്ഥയുടെ ഭാഗമാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 124A വകുപ്പ് പ്രകാരം സർക്കാരിനെതിരെയുള്ള വിദ്വേഷ പ്രചരണം നടത്തുന്നത് കുറ്റകരമാണ്. ഈ നിയമപ്രകാരം ഒരാളെ കുറ്റക്കാരനായി കണ്ടെത്തിയാൽ 3 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവും അല്ലെങ്കിൽ അതിനു പുറമെ പിഴയും നൽകേണ്ടി വന്നേക്കാം. ഗവൺമെന്റിനെതിരായുള്ള വിമർശനങ്ങളെ നിശബ്ദമാക്കാൻ ഈ നിയമം പലപ്പോഴും ഉപയോഗിക്കുന്നതായി ആരോപണമുണ്ട്. ഇത് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥയുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പരക്കെ ബാധിച്ചേക്കാമെന്ന ആശങ്കയും ഉണർത്തുന്നുണ്ട്. സുപ്രീം കോടതിയുടെ മുമ്പാകെ വന്ന ഒരു സുപ്രധാന കേസാണ് കേദാർനാഥ് സിംഗ് കേസ്. അതിൽ സർക്കാരിനെ വിമർശിക്കുന്നത് അക്രമമോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊതുക്രമക്കേടുകളോ പ്രേരിപ്പിക്കുന്നില്ലെങ്കിൽ അത് രാജ്യദ്രോഹമാവില്ലെന്ന് സുപ്രീം കോടതി ഊന്നിപ്പറഞ്ഞു. ഈയിടെ വന്ന ഒരു പ്രധാനപ്പെട്ട കേസിൽ വാട്സാപ്പിൽ വിവാദ സ്റ്റാറ്റസുകൾ പോസ്റ്റ് ചെയ്തതിന് പ്രൊഫസർ ജാവേദ് അഹമ്മദ് ഹജമിനെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുത്തിരുന്നു. ആഗസ്റ്റ് 5 ജമ്മു കശ്മീരിന് ഒരു കറുത്ത ദിനമാണ്. ആർട്ടിക്കിൾ 370 റദ്ദാക്കപ്പെട്ടു. ഞങ്ങൾ സന്തുഷ്ടരല്ല. ആഗസ്റ്റ് 14 സ്വാതന്ത്ര്യദിനാശംസകൾ പാകിസ്ഥാൻ എന്ന പ്രസ്താവനകൾ ജാവേദ് അഹമ്മദ് മൊബൈലിൽ വാട്സാപ്പ് സ്റ്റാറ്റസായി പോസ്റ്റ് ചെയ്യുകയും അങ്ങനെ പോസ്റ്റ് ചെയ്തത് പ്രകാരം കേസ് എടുക്കുകയും ചെയ്തു. കേസ് എടുത്തതിനെതിരെ അദ്ദേഹം ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഹർജി സമർപ്പിച്ചു. പക്ഷേ ഹൈക്കോടതി ആ ഹർജി തള്ളി. ഇതേ തുടർന്ന് അദ്ദേഹം തനിക്കെതിരെയുള്ള കേസ് അസാധുവാക്കാൻ അന്തിമമായി സുപ്രീം കോടതിയെ സമീപിച്ചു. ഈ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വന്നപ്പോൾ ഇത്തരം സ്റ്റാറ്റസുകൾ ഒരാളുടെ വാട്സാപ്പിൽ ഇടുന്നത് മൂലം രാജ്യദ്രോഹ കുറ്റത്തിന് കേസ് എടുക്കാൻ പറ്റുമോ എന്നതായിരുന്നു. സുപ്രീം കോടതി ഈ കേസും വകുപ്പിന്റെ വ്യാപ്തിയും പരിശോധിച്ച ശേഷം പ്രൊഫസറുടെ വാട്സാപ്പ് സ്റ്റാറ്റസുകളിൽ വിദ്വേഷങ്ങളൊന്നും വളർത്തുന്നില്ലെന്നും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ 153A വകുപ്പ് പ്രകാരം ലംഘനമാവില്ലെന്നും വിധിച്ചു. അഭിപ്രായ സ്വാതന്ത്ര്യം ഉറപ്പുനൽകുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)A പ്രകാരം സർക്കാർ നടപടികളുടെ വിമർശനങ്ങളാണ് സ്റ്റാറ്റസുകളെന്ന് സുപ്രീം കോടതി പരാമർശിച്ചു. കൂടാതെ പാകിസ്ഥാന് സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുള്ള പ്രൊഫസറുടെ വാട്സാപ്പ് സ്റ്റാറ്റസ് വിദ്വേഷ പ്രസംഗമോ ശത്രുത വളർത്തുന്നതോ അല്ല, മറിച്ച് അത് അയാളുടെ സ്വന്തം അഭിപ്രായമായാണ് സുപ്രീം കോടതി കണക്കാക്കിയത്. അത്തരം അഭിപ്രായം പ്രസ്തുത നിയമത്തിന്റെ പരിധിയിൽ വരില്ല. 2023 ഭാരതീയ ന്യായ സംഹിത നിയമം ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്നു. ഈ നിയമം ഇപ്പോഴത്തെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് പകരമായി വരുന്ന നിയമമാണ്. ഈ പുതിയ നിയമത്തിലും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 124A വകുപ്പ് പ്രകാരമുള്ള രാജ്യദ്രോഹ കുറ്റത്തിന് സമാനമായ വകുപ്പുകൾ ചേർത്തിട്ടുണ്ട്. എന്നാൽ അതിന്റെ വ്യാപ്തി വിപുലീകരിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് സുപ്രീം കോടതി മുമ്പാകെ പല റിട്ട് ഹർജികളും ഫയൽ ചെയ്തിട്ടുണ്ട്. പ്രഥമദൃഷ്ട്യാ പല കേസുകളിലും 124A പ്രകാരമുള്ള വകുപ്പുകൾ നിലനിൽക്കുന്നതല്ലെന്ന് സുപ്രീം കോടതി വിധിക്കുകയും നിലവിൽ 124A വകുപ്പ് പ്രകാരമുള്ള ഇത്തരം കേസുകൾ എടുക്കാൻ സാധ്യമല്ലെന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. രാജ്യദ്രോഹ നിയമത്തിന്റെ ദുരുപയോഗ സാധ്യതയെക്കുറിച്ചും സമകാലിക കാലത്ത് ആ നിയമത്തിന്റെ പ്രായോഗികത പുനഃപരിശോധിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും കോടതിയുടെ ആശങ്കകൾ ഇത് ചൂണ്ടിക്കാണിക്കുന്നു. ഈ വിധികൾ ഒരാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം സംരക്ഷിക്കാനുള്ള സുപ്രീം കോടതിയുടെ കടമയും കർത്തവ്യവുമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം രാജ്യദ്രോഹ നിയമത്തിന്റെ വകുപ്പ് പ്രകാരം ഗവൺമെന്റിനെതിരായുള്ള നിയമപരമായ വിയോജിപ്പുകളോ വിമർശനങ്ങളോ ഒരാൾ നടത്തിയതുമൂലം ഈ നിയമം ഉപയോഗിച്ച് അയാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്താൻ സാധ്യമല്ലെന്ന് നമുക്ക് പറയാം. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.